ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നേമമാണ്. നേമത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. 2011 നേമത്ത് വിജയിച്ചത് വി ശിവൻകുട്ടിയാണ്. അന്ന് വി ശിവൻകുട്ടി ജയിക്കുമ്പോൾ ചാരുവാർ രവി UDF വേണ്ടി മത്സരിച്ച ചാരുവാർ രവിക്ക് 20,248 വോട്ട് മാത്രമാണ്. അന്ന് ആദ്യമായിട്ടാണ് UDF ഈ നേമ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്. അന്ന് O രാജഗോപാൽ 43,661 വോട്ട് നേടി 2ാം സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു O രാജഗോപാലിന്റെ ഒരു വലിയ മുന്നേറ്റം. നേമ മണ്ഡലം BJPയുടെ VIP മണ്ഡലമാവുന്നു. 6,415 വോട്ടിനാണ് വിജയിക്കുന്നത്. 2016 എത്തുമ്പോൾ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്ക് 50,000 നിന്ന് അദ്ദേഹം വോട്ട് 59,000 വർദ്ധിപ്പിച്ചു. പക്ഷേ ഇവിടെ UDFന്റെ വോട്ട് അദ്ദേഹം 9,000 വർദ്ധിപ്പിച്ചു. UDFന്റെ വോട്ട് 20,000 നിന്ന് വി സുരേന്ദ്രൻപിള്ള മത്സരിക്കുമ്പോൾ 13,860 കുറയുന്നു. അവിടെ NDAയുടെ വോട്ട് 43,000 നിന്ന് 67,810. അങ്ങനെ കേരളത്തിൽ ആദ്യമായി താമര അക്കൗണ്ട് തുറക്കുന്നു. അങ്ങനെ ഒരു താമര ചിഹ്നത്തിൽ ഒരാൾ നിയമസഭയിലെത്തുന്നു. O രാജഗോപാലെത്തുന്നു. 8,671 വോട്ട്. വീണ്ടും 2021 കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ UDFന് വേണ്ടി കരുത്തനായ K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. UDFന്റെ മുഴുവൻ വോട്ടും ശക്തി ഉപയോഗിച്ച് K മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയുടെ ശക്തി ഉപയോഗിച്ച് സമാഹരിക്കുന്നു. അവിടെ UDFിൽ K മുരളീധരൻ വന്നു എന്നുള്ള ഒറ്റ കാരണമാണ് അവിടെ വി ശിവൻകുട്ടിക്ക് രണ്ടാമത് യഥാർത്ഥത്തിൽ ജയിക്കാൻ കഴിയും. വി ശിവൻകുട്ടിയേക്കാൾ യഥാർത്ഥത്തിൽ ഫാക്ടർ ആയിരുന്നത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവിടെ 51,000 വോട്ട് കുമ്മനം വയ്ക്കുമ്പോഴും 3,949 വോട്ടിനാണ് ജയിക്കുന്നത്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖറാണ് വരുന്നത്. വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്കുണ്ടായ പ്രതിച്ഛായയും അദ്ദേഹത്തിൻ്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായ ഒരു നെഗറ്റീവും എല്ലാം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അവിടെ ഇത്തവണ KS ശബരിനാഥിനെ പോലെ K മുരളീധരൻ വന്നതുപോലെയൊക്കെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട യുവമുഖമാണ്. അവിടെ മുരളീധരൻ പിടിച്ച പോലെ വോട്ട് K ശബരിനാഥ് പിടിക്കുമോ? K ശബരിനാഥ് വോട്ട് പിടിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ കോൺഗ്രസിന്റെ CPMന് കിട്ടേണ്ട വോട്ട് കൂടി K ശബരിനാഥ് പിടിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അത് എത്രത്തോളമുണ്ട് ഈ LDFന് ശിവൻകുട്ടി ഒരാൾ നിന്ന് ജയിപ്പിക്കുമെന്നുള്ള നിയമത്തെ ആ ഒരു സാധ്യത? കിരൺ സൂചിപ്പിച്ച 2021 കണക്കും 2026 കണക്കെടുക്കും തമ്മിൽ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറുകൾ വ്യത്യാസപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, മുരളീധരൻ പിടിച്ച ഈ 36,524 വോട്ടുകളാണ് ശിവൻകുട്ടിക്ക് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CPMകാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ 2026 വരുമ്പോൾ സാഹചര്യത്തിൽ ഒന്നുകൂടി മാറ്റമുണ്ടാവുന്നുണ്ട്. കാരണം 2026 വരുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2026 ശബരിനാഥൻ സ്വാഭാവികമായും 36,524 എന്ന കണക്കിലുള്ള വോട്ട് ഒരു പക്ഷേ സമാഹരിച്ചേക്കാം, അല്ലെങ്കിൽ അതിന് മുകളിലോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കോ വോട്ടുകൾ UDFന് വേണ്ടി സമാഹരിച്ചേക്കാം. പക്ഷേ നേരിടാൻ പോകുന്ന വെല്ലുവിളി KS ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ അത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പാക്കിയിരുന്ന വിഭാഗത്തിൻ്റെ വോട്ടുകൾ സ്വാധീനിക്കപ്പെടുമോ എന്ന വെല്ലുവിളിയാണ്. മറ്റൊന്നുമല്ല, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. നിയമം പൊതുവിൽ ഒരു സംഘപരിവാർ BJPക്ക് മേധാവിത്വം നൽകുന്ന ഒരു മണ്ഡല സ്വഭാവമുണ്ടെങ്കിൽ കൂടിയും അവിടുത്തെ ഒരു കീ ഫാക്ടർ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ മുൻകാലങ്ങളിൽ അവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്, അതായത് BJPയുടെ തോൽവി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തേക്ക് സ്വാഭാവികമായും മാറുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രത്തിന് വ്യത്യസ്തമായി നിയമം മാത്രം പറയുന്ന ഒരു രാഷ്ട്രീയമായി അത് മാറാറുണ്ടാകുന്നു എന്നതായിരുന്നു സാഹചര്യം. അപ്പോൾ ഇത്തവണ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ടാവാം. ആ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമത്ത് അതേ ഫാക്ടർ പ്രകടമായാൽ ശബരിനാഥൻ ആ വോട്ടുകൾ സമാഹരിച്ചാൽ ഫലത്തിൽ ഒരു പക്ഷേ ശിവൻകുട്ടിക്ക് തിരിച്ചടിയാവുകയും BJPയുടെ നേട്ടവുമാവും. നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ തവണ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ് വി ശിവൻകുട്ടിയുടെ വിജയത്തിന് ഫാക്ടറായെങ്കിൽ ഇത്തവണ KS ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ ശിവൻകുട്ടിയുടെ വിജയത്തെ ചിലപ്പോൾ തടഞ്ഞു നിർത്താൻ സാധ്യതയുണ്ട്. കാരണം BJPക്ക് എതിരായി വരുന്ന വോട്ടുകളിനകത്ത് ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ശിവൻകുട്ടിയിലേക്കും KS ശബരിനാഥിലേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് പറയാനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളത് തരത്തിലേക്ക്. ഇനി നമുക്ക് കഴക്കൂട്ടത്തിലേക്കാണ് അടുത്ത മണ്ഡലത്തിലേക്ക് വേണ്ടത്. കഴക്കൂട്ടം മണ്ഡലമാണ്. കഴക്കൂട്ടത്തിൻ്റെ ചിത്രം ഇതാണ്. കഴക്കൂട്ടത്തിൽ MA വാഹിദ് 2011 MA വാഹിദാണ് ജയിച്ചത്. 50,787 വോട്ട്. മുമ്പ് ഒരിക്കൽ കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അന്ന് C അജയകുമാർ ആയിരുന്നു മത്സരിച്ചത്. C അജയകുമാർ 48,591 വോട്ട് കിട്ടി. അവിടെ 2,196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MA വാഹിദ് വിജയിക്കുന്നു. 2016 അവിടെ കടകംപള്ളി എത്തുന്നു. കടകംപള്ളി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കഴക്കൂട്ടംകാരനായ കടകംപള്ളി അവിടെ 50,079 ആകെ
വോട്ട് സമാഹരിച്ചുകൊണ്ട് 7347 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന് അവിടെ ഒരു വിജയമുണ്ടാകുന്ന അന്ന് വി മുരളീധരനാണ് മത്സരിച്ചത്. അന്ന് നമ്മൾ ഫാക്ടർ കാണേണ്ട ഒരു കാര്യം ഇതാണ്. 47,732 വോട്ട് നേടി വി മുരളീധരൻ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ 2021 വരുമ്പോൾ 63,690 വോട്ട് വർദ്ധിപ്പിക്കുകയാണ്. ഓരോ തവണയും വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് 23,497 ഭൂരിപക്ഷം നേടുമ്പോൾ അവിടെയും 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനാണ് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ട് നേടുന്നു. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ SS ലാലായിരുന്നു. അദ്ദേഹം 33,995 വോട്ടാണ്. അദ്ദേഹത്തിന് വോട്ട് മുൻ വർഷത്തേക്കാൾ അദ്ദേഹത്തിന് കുറയുകയാണ്. SS ലാലിനെ പോലെ ഒരാൾ ഇവിടെ ഒരു ടെക്നോ പാർക്കൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ടെക്കുകളുടെ വോട്ട് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അവിടെ ഉണ്ടായില്ല. ഇത്തവണ ശരത്ചന്ദ്ര പ്രസാദാണ് മത്സരിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്തെ എല്ലാ രാഷ്ട്രീയ കളികളും, കടകംപള്ളിക്ക് ഏതെല്ലാം കളികൾ അറിയാമോ അതൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്, ആ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. പക്ഷേ വി മുരളീധരൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വി മുരളീധരൻ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് കടകംപള്ളിയെ അട്ടിമറിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കടകംപള്ളിയുടെ വ്യക്തിപരമായ വോട്ടുകൾ കഴിഞ്ഞ 10 വർഷമായി കടകംപള്ളി ജനങ്ങളുമായി ഇടപെട്ട് ഈ മണ്ഡലത്തിലെ ഓരോ സ്ഥലത്തും എത്തി എത്തുന്ന വോട്ടുകൾ അത് ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം തരംഗമുണ്ടെങ്കിലോ അതിനെയെല്ലാം മറികടന്ന് ജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് എത്രത്തോളം സാധ്യത? ഈ കടകംപള്ളിയുടെ ജയപരാജയമാണ് കഴക്കൂട്ടത്തിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ സവിശേഷത. അതിന് തീരുമാനമെടുക്കുന്നു എന്നതാണല്ലോ പ്രത്യേകത. അതിൽ ഏറ്റവും വലിയ ഫാക്ടറായി മാറാൻ സാധ്യത എനിക്ക് തോന്നുന്നു ഒന്ന് ശരത്ചന്ദ്ര പ്രസാദ് സ്വാധീനിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ. അതായത് SS ലാലിൻ്റെ കണക്കെടുക്കുമ്പോൾ UDFന്റെ വോട്ടുകളിൽ വലിയ ഡിമിനിഷിംഗ് റേറ്റ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം നോക്കൂ. അതിൽ നിന്ന് വീണ്ടും താഴോട്ട് പോയാൽ സ്വാഭാവികമായും അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ സാധ്യതകളെ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രശ്നം. അതേസമയം ഒരു സാഹചര്യമുള്ളത്, സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും നഗരമേഖലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കിയപ്പോൾ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ LDFന് തന്നെയാണ് തദ്ദേശ കണക്കെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. അതായത് അവിടെ ഭൂരിപക്ഷം നിയമസഭയിൽ LDFന് തന്നെയാണ്. അത് കടകംപള്ളിക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നതാണ്. ഒപ്പം ഈ കഴിഞ്ഞ തവണത്തെ വലിയ ഭൂരിപക്ഷവും 23,497 ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലത്തിൽ ഇത്തവണ റിസൾട്ട് മാറണമെങ്കിൽ വലിയൊരു ട്രെൻഡ് വീശേണ്ടതുണ്ട്. അത് കടകംപള്ളിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാരണമാണ്. പക്ഷേ കടകംപള്ളി ഈ ശബരിമല വിഷയത്തിൽ നേരിട്ട ആരോപണങ്ങൾ ഒരുപക്ഷെ വലിയ തരത്തിൽ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരിടമാണ്. പക്ഷേ അത് മറികടക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ കുറേ തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്ര കണ്ട് മറ്റൊന്ന്, കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 5 വർഷം മന്ത്രിയായിരുന്ന ഒരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ട്. അദ്ദേഹം കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യം. കഴിഞ്ഞ 5 വർഷം കടകംപള്ളി മന്ത്രിയായിരുന്നില്ല. അത് സ്വാഭാവികമായും മന്ത്രിയല്ലാതെ ഒരു MLA ആയിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ആ മന്ത്രിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പോലെ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താനുള്ള കുറവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവസാന കാലത്തിൽ നേരിട്ട ആരോപണങ്ങളോട് എത്ര കണ്ട് പ്രതിരോധം ഉയർത്താൻ കടകംപള്ളിക്ക് കഴിഞ്ഞു എന്നൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ വി മുരളീധരൻ മറ്റു നെഗറ്റിവിറ്റികളൊന്നും പറയാനില്ലാത്ത കാൻഡിഡേറ്റ് ആണ്. BJPയെ സംബന്ധിച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കഴക്കൂട്ടത്തെ ക്യാമ്പയിൻ നടന്നു എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ അത് പോളിംഗിലും പ്രതിഫലിച്ചു എന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു ഫാക്ടറാണ്. കടകംപള്ളി ജയിക്കുമോ ഇല്ല തോക്കുമോ എന്നതിൽ വി മുരളീധരൻ്റെ മണ്ഡലത്തിലെ പെർഫോമൻസ് വലിയ ഫാക്ടറായി മാറും. അപ്പം കടകംപള്ളിക്ക് വ്യക്തിപരമായ തൻ്റെ വോട്ട് കൊണ്ട് ഇടതുമുന്നണിക്ക് അപ്പുറത്തെ വോട്ട് കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞാൽ കടകംപള്ളിക്ക് ജയിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ കടകംപള്ളിയുടെ ജയസാധ്യതയെ സംബന്ധിച്ച് സംശയം നിലനിൽക്കുകയാണ്. അതാണ് നമുക്ക് കഴക്കൂട്ടത്തെ കുറിച്ച് പൊതുവിൽ പറയാൻ പറ്റുന്നത്. നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച ചിത്രം ഇതാണ്. വട്ടിയൂർക്കാവിൽ UDFൽ നിന്ന് 56,531 വോട്ടോടെ 16,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2011 കെ മുരളീധരൻ ജയിച്ച സ്ഥലമാണ്. കെ മുരളീധരൻ തന്നെ വീണ്ടും അവിടെ വിജയിക്കുന്നു. 2016 കെ മുരളീധരൻ ജയിക്കുന്നു. ഇന്ന് ചെറിയാൻ ഫിലിപ്പായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഒരു സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ കെ മുരളീധരന്റെ വിജയം ഉറപ്പാക്കിയായിരുന്നു എന്ന മട്ടിലൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നായിരുന്നു. ഇടതുമുന്നണി കൂടി കെ മുരളീധരന്റെ വിജയം ആഗ്രഹിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. 2016 കെ മുരളീധരൻ 51,322 വോട്ടിലേക്ക് വരുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 43,700 വോട്ടിലേക്ക് അവിടെ BJP വരുന്നു. NDA 2ാം സ്ഥാനത്തേക്ക് ആ സമയത്ത് വരുന്നു. ഇത് കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ വരുമ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി 40,441 വോട്ടിലേക്ക് 2016 താഴുകയാണ്. അത് TN സീമയാണ് അവിടെ മത്സരിച്ചത്. 2019 അദ്ദേഹം 2016 ശേഷം ലോക്സഭയിലേക്ക് പോകുന്നു. 2019 അതുവരെ ഉണ്ടായിരുന്ന കേരളത്തിലെ പല സ്ഥലങ്ങളിലും പറയുന്നതാണ് ജാതി മതമൊക്കെ വലിയ പ്രധാനമാണ് അവിടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ. പക്ഷേ ആ ജാതിയും മതവും ഒക്കെ കൊള്ളാവുന്ന സ്ഥാനാർത്ഥി വന്നാൽ മലയാളി നോക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. അവിടെ VK പ്രശാന്ത് അന്ന് തിരുവനന്തപുരം മേയറായിരുന്ന പ്രളയകാലത്തൊക്കെ തിരുവനന്തപുരത്തെ കേരളം മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിൽ ജനകീയനായി മാറിയ VK പ്രശാന്തിനെ അവിടെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നു. കെ മോഹൻകുമാറാണ് മത്സരിക്കുന്നത്. കെ മോഹൻകുമാർ അവിടുത്തെ തിരുവനന്തപുരത്തെ മുൻ MLA ഒക്കെയാണ് കെ മോഹൻകുമാർ. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. NSSുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള നേതാവായിരുന്നു. പക്ഷേ കെ മോഹൻകുമാറിനെതിരെ 14,465 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി UDFന്റെ മണ്ഡലമായിരുന്ന ഒരു സ്ഥലം VK പ്രശാന്ത് പിടിച്ചെടുത്തു തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ്. മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ NDA തള്ളി, വീണ്ടും NDA മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി കെ മോഹൻകുമാർ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു. ഇനി 2021 വരുമ്പോൾ VK പ്രശാന്ത് കുറച്ചു കാലം കൊണ്ട് 2 വർഷം കൊണ്ട് VK പ്രശാന്ത് ഉണ്ടാക്കിയ ഒരു പ്രതിച്ഛായാണ് 61,111 വോട്ടിലേക്ക് വർദ്ധിക്കുന്നു. അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് NDA അവരുടെ VV രാജേഷ് വരുമ്പോൾ അവർ NDA രണ്ടാം സ്ഥാനം തിരിച്ചു പിടിക്കുന്നു. അവിടെ വീണ S നായരാണ് UDFന് വേണ്ടി മത്സരിച്ചത്. താരതമ്യേന ദുർബലമായ സ്ഥാനാർത്ഥിയായിരുന്നു. 35,665 മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. 21,515 ഭൂരിപക്ഷം വരുന്നു. പക്ഷേ ഇക്കുറിയുള്ള പ്രത്യേകത തുടർച്ചയായി 2 തവണ വലിയ ഭൂരിപക്ഷത്തിൽ MLA ആയ കെ മുരളീധരൻ, എല്ലാ കാലത്തും വട്ടിയൂർക്കാവ് സ്വന്തം എന്ന് കരുതുന്ന കെ മുരളീധരൻ വരുന്നു. വട്ടിയൂർക്കാവിൻ്റെ പുതിയ കാലത്തെ സ്വന്തക്കാരൻ VK പ്രശാന്ത് വരുന്നു. രണ്ടുപേരും വ്യക്തിപരമായി വോട്ട് പിടിക്കാൻ ഏറെ ശേഷിയുള്ള രണ്ടുപേരാണ്. മറ്റൊന്ന് വരുന്നത് R ശ്രീലേഖയാണ്. R ശ്രീലേഖ ഇനി രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എന്തായാലും വിജയിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തും എന്ന് നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ഈ 2 സ്ഥാനാർത്ഥികൾ 2 പേർക്കും വ്യക്തിപരമായി വോട്ട് ശേഖരിക്കാൻ അമ്മാതിരി ശേഷിയുള്ള 2 സ്ഥാനാർത്ഥികളാണ്. ഇവരുടെ വ്യക്തിപരമായ ശേഷിയിൽ എവിടെയാണ് കൂടുതൽ സാധ്യത കാണാൻ? ഈ സംഘടനാപരമായി CPM-ന് മേധാവിത്വമുള്ള ഒരു മണ്ഡലമല്ല വട്ടിയൂർക്കാവ്. പക്ഷേ VK പ്രശാന്തിന്റെ വ്യക്തി മികവാണ്. അതാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രകടമായി മാറി വന്നത്. കഴിഞ്ഞ തവണ ലെഫ്റ്റ് തരംഗം എന്നൊരു കാരണം കൂടി ഈ ഭൂരിപക്ഷം വർദ്ധിച്ചതിന് കാരണമായിട്ടുണ്ടാവാം. എന്തായാലും VK പ്രശാന്ത് അങ്ങേയറ്റം ജനകീയതയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് വിജയിക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷ MLA-മാരിൽ മുൻനിരയിൽ അന്ന് പറഞ്ഞിരുന്ന പേര് VK പ്രശാന്തിൻ്റെതാണ്. പക്ഷേ ചിത്രം മാറുന്നത് മുരളീധരൻ വരുമ്പോഴാണ്. അപ്പം മുരളീധരന് അനുകൂലമായ സാഹചര്യം നിരവധിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് ഇത്തവണ അദ്ദേഹം വിജയിച്ചു വന്നാൽ മന്ത്രിസഭയിൽ ഒരു കീ ഫാക്ടറിൽ UDF ഭരണത്തിൽ വരികയാണെങ്കിൽ മുരളീധരൻ ഉണ്ടാകുമെന്ന വലിയൊരു സാധ്യത മുരളീധരന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത ഒരു പക്ഷേ മുരളീധരന് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമായിട്ടുണ്ടോ എന്നതുകൂടിയാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. ഒപ്പം ഈ നഗരമേഖലകളിൽ നേരത്തെ കിരൺ സൂചിപ്പിച്ച ജാതിമത സമവാക്യങ്ങൾക്കപ്പുറം നല്ല ക്യാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ വിജയിക്കാം എന്ന സാധ്യത മത്സരിക്കുന്ന 3 പേർക്കും ഒരുപോലെ ബാധകമാവുന്നതുമാണ്. കാരണം R ശ്രീലേഖയാണ്. ശ്രീലേഖയ്ക്ക് നഗര വോട്ടുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്. പക്ഷേ ഇത്തവണ ശ്രീലേഖയ്ക്ക് വെല്ലുവിളിയായി എന്ന് കരുതപ്പെടുന്ന ഒരു കാര്യം BJPയുടെ സംഘടനാ സംവിധാനം ശ്രീലേഖയ്ക്കൊപ്പം BJPക്കൊപ്പം അത്ര കണ്ട് അവിടെ പ്രകടമായിരുന്നു എന്ന ചില സംശയങ്ങളാണ്. അത് ചില വിമർശനങ്ങളായി ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. 2 ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി വലിയ റിസ്ക് എടുത്ത ഒരു നേതാവാണ്. RSSകാരെ സംബന്ധിച്ച് RSSകാർ നോക്കുന്നത് കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടൽ, സ്വയം ജയിക്കാൻ വേണ്ടിയല്ല, അക്കൗണ്ട് പൂട്ടാൻ വേണ്ടി ഇടതുമുന്നണിയെ സഹായിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. കെ മുരളീധരന് മറ്റ് പല മണ്ഡലങ്ങളും ഒക്കെ ചോദിച്ചാൽ കോൺഗ്രസ് നൽകുമായിരുന്നു. പക്ഷേ അതൊക്കെ വിട്ട് മുരളീധരൻ വട്ടിയൂർക്കാവ് തിരഞ്ഞെടുക്കുന്നു. വട്ടിയൂർക്കാവിൽ നിൽക്കാം. വട്ടിയൂർക്കാവിൽ ആലോചിക്കണം, VK പ്രശാന്തിനെ പോലെ പാർട്ടിക്ക് അതീതമായി വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളടക്കം VK പ്രശാന്തിനെ അങ്ങനെ പാർട്ടി നോക്കിയതില്ല. VK പ്രശാന്തിൻ്റെ ഒരു ഇടപെടൽ മറ്റ് ഇതര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റ് പലരിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെ ഒരാൾ നിൽക്കുന്നൊരു സ്ഥലത്ത് എന്ത് ധൈര്യത്തിലാവും യഥാർത്ഥത്തിൽ ഈ കെ മുരളീധരൻ തൻ്റെ ഇപ്പോൾ പരാജയപ്പെട്ടാൽ ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചിലപ്പോൾ ഇനി ഏത് കാലത്ത് എങ്ങനെ വരാം എന്നൊക്കെ വലിയ അനിശ്ചിതത്തിലേക്ക് വരാം. എങ്ങനെയാവും അദ്ദേഹം? അതാണ് മുരളീധരൻ ഏറ്റെടുത്ത വെല്ലുവിളിയാണ്. നമ്മൾ പലപ്പോഴും മുരളീധരൻ വട്ടിയൂർക്കാവ് ഉപേക്ഷിക്കുന്നു, പകരം തിരുവമ്പാടിയോ അല്ലെങ്കിൽ മലബാറിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് പോകുമെന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ വട്ടിയൂർക്കാവിൽ തന്നെ മുരളി പ്രതീക്ഷ അർപ്പിച്ചതിന് കാരണം ആ മണ്ഡലത്തിൻ്റെ ഇത്തവണത്തെ സ്വഭാവം തന്നെയാണ്. കാരണം മുരളി വീണ്ടും അവിടെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല വട്ടിയൂർക്കാവിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു മേധാവിത്വത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി വലിയ കുറവ് വന്നിട്ടുണ്ട്. ഈ ഒരു സാധ്യതയും ഒരുപക്ഷെ മുരളിക്ക് അവിടെ അത് തെരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ചോയ്സ് ആയതിന് കാരണമാവാം. മുരളി സംശയിച്ചാണ് വട്ടിയൂർക്കാവ് തെരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇത്തവണ വട്ടിയൂർക്കാവിൻ്റെ സാധ്യതകൾ മുരളിക്കൊപ്പമാണ്. എന്തായാലും ക്യാമ്പയിൻ അവസാനിച്ചതിൻ്റെ അവസാന ഘട്ടത്തിൽ കെ മുരളീധരൻ ഇഞ്ചോടിഞ്ഞുണ്ട് എന്ന് തന്നെയായിരുന്നു ചിത്രം. പക്ഷേ VK പ്രശാന്ത് വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോഴും നാളെ 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരാനിരിക്കുമ്പോഴും അവകാശപ്പെടുന്നത്. എന്തായാലും ചിത്രം ഏത് രീതിയിലെന്ന കാര്യം വ്യക്തമാവേണ്ടതുണ്ട്. നമുക്കൊരു ചെറിയ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.